ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പന്തക്കൊസ്ത തിരുനാൾ കഴിഞ്ഞു വരുന്ന 12-ാം ദിവസം വ്യാഴാഴ്ച തിരുസഭ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈ ലോകത്ത് 3000-ൽ പരം മതങ്ങളുണ്ട്. അതിൽ 10,000-ൽ പരം അടയാളങ്ങളുണ്ട്. അടയാളങ്ങൾ എന്ന് പറയുന്നത് കുരിശ്, അതുപോലെ തന്നെ വീഞ്ഞ്, അപ്പം, മറ്റുള്ള മതങ്ങളിലുള്ള ശൂലം, നക്ഷത്രം, അങ്ങനെ ഒരുപാട് അടയാളങ്ങളും ചിഹ്നങ്ങളുമുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സാത്താന് എപ്പോഴും വേണ്ടത് കർത്താവിൻ്റെ തിരുശരീരമാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യഥാർത്ഥത്തിൽ അതിൽ ഈശോ ഉണ്ട് എന്ന്. ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മായാതെയും മറയാതെയും എന്നും ഉണ്ടാകേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധ കുർബാന ആഘോഷിക്കുമ്പോൾ വൈദികൻ തൻ്റെ കരങ്ങളിലൂടെ ആ അപ്പവും വീഞ്ഞും ആശീർവദിക്കുമ്പോൾ ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറുന്നുണ്ട് എന്ന വലിയ സത്യം. ഈ തിരുനാൾ സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തത് ഒരു ബെൽജിയൻ അഗുസ്തീനിയൻ കന്യാസ്ത്രീയായ മൗണ്ട് കൊർണിലിയാറിലെ വാഴ്ത്തപ്പെട്ട ജൂലിയാനയാണ്. അവൾക്ക് 16 വയസ്സുള്ളപ്പോൾ ഈശോ അവൾക്ക് പല പ്രാവശ്യം കാണപ്പെടുകയുണ്ടായി. ഈശോ ഒരിക്കൽ അവളോട് പറഞ്ഞു, സമരസഭയിൽ വിശുദ്ധ കുർബാനയുടെ ഒരു തിരുനാൾ ഇപ്പോൾ ഇല്ല. അത് സ്ഥാപിച്ചു കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഉള്ളത് പെസഹ വ്യാഴാഴ്ച ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ അന്ന് എൻ്റെ പീഡാനുഭവവും മരണവുമാണ് കൂടുതലായി ചിന്താവിഷയമാക്കുന്നത്. ആഘോഷപൂർവം സർവ്വ ക്രിസ്ത്യാനികളും അത് കൊണ്ടാടണം. അതിന് 3 കാരണങ്ങളുണ്ട്. ഈ ദിവ്യരഹസ്യത്തിലുള്ള വിശ്വാസം ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി അവിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. സത്യം അറിയുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളെ ഈ രഹസ്യം ശരിയായി പഠിപ്പിക്കണം. ജീവന്റെ ഉറവയിൽ നിന്നും പാനം ചെയ്ത് അവർ ശക്തി പ്രാപിക്കണം. 3-മതായി ബലിപീഠത്തിലെ മഹാകൂദാശയോട് പ്രകാശിപ്പിക്കുന്ന നിന്ദനങ്ങൾക്കും അപമാനങ്ങൾക്കും പരിഹാരം ചെയ്യാൻ ആത്മാർത്ഥമായും അഗാധമായും ഈ കൂദാശയെ ആരാധിക്കേണ്ടിയിരിക്കുന്നു. ഈ ദർശനങ്ങൾ ജൂലിയാനയുടെ അധികാരികൾ വിശ്വസിച്ചില്ല. അതുകൊണ്ട് 20 വർഷത്തേക്ക് യാതൊന്നും നടന്നില്ല. അവസാനം അവൾ സുപ്പീരിയർ ആയപ്പോൾ ലീജിനിലെ ബിഷപ്പിനെയും അദ്ദേഹത്തിൻ്റെ ആർച്ച് ഡീക്കൻ ജാക്ക് പന്തോലിയോനെയും ഈ തിരുനാളിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി. ഈ ആർച്ച് ഡീക്കൻ പിൻകാലത്ത് ഉർബൻ 4-മൻ എന്ന പേരിൽ മാർപ്പാപ്പയായപ്പോൾ 1244 ഈ തിരുനാൾ ലീജിയിൽ ആദ്യം ആഘോഷിച്ചു. 1246 ഈ തിരുനാൾ സാർവത്രിക സഭയിൽ കൊണ്ടാടണമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. വിശുദ്ധ കുർബാനയുടെ സ്തുതിക്കായുള്ള കുർബാനയും കാനോന നമസ്കാരവും വിശുദ്ധ തോമസ് അക്യൂനാസ് എഴുതിയുണ്ടാക്കി. വിശുദ്ധ കുർബാനയുടെ വാഴ്വിൻ്റെ സമയത്ത് പാടിയിരുന്ന ലത്തീൻ ഗാനങ്ങൾ അവയിൽ നിന്ന് എടുത്തവയാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: ഭക്തിയുടെ കൂദാശയെ, ഐക്യത്തിൻ്റെ അടയാളമേ, സ്നേഹത്തിൻ്റെ ശൃംഖലയെ, ജീവിക്കുവാനുള്ളവ അതിലുണ്ട്. അടുത്തു ചെല്ലുക, നിനക്ക് ജീവൻ ലഭിക്കും, ഏക ശരീരമായി തീരും. വിശുദ്ധ പീറ്റർ ജൂലിയാൻ എഡ്മണ്ട് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്: സ്വർഗത്തിലേക്ക് ദിവ്യവിരുന്നിന് പോകുന്നത് പോലെ നിങ്ങളുടെ ആരാധനയ്ക്ക് നിങ്ങൾ പോകുവിൻ. നിന്നോട് തന്നെ നീ പറയുക, അവിടുന്ന് എന്നെ ക്ഷണിച്ചിരിക്കുന്നു, അവിടുന്ന് എന്നെ കാത്തിരിക്കുകയാണ്, അവിടുന്ന് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ.